കർണാടക കോൺഗ്രസിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. ഡി.കെ. ശിവകുമാറിനെ കർണാടക കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നിലവിൽ കർണാടകയിൽ നടക്കുന്നുള്ളത്. ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുകയാണ്. ഡി.കെ. ശിവകുമാറിനെ കർണാടകയിലെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സൂചനകളാണ് ഡി.കെ. ശിവകുമാറിന് അപ്രതീക്ഷിത സ്ഥാനം നൽകാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വന്നത്. വൊക്കലിഗ സമുദായം JDS-ഉമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയതിനു ശേഷം കോൺഗ്രസുമായി അകന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ ഡി.കെ. ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഡി.കെ. ശിവകുമാറിന് വേണ്ടി തെരുവിലിറങ്ങിയത് വൊക്കലിഗ സമുദായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വൊക്കലിഗ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് പരിപൂർണമായും സ്വന്തമാക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കർണാടകയിലെ പ്രബലമായിട്ടുള്ള രണ്ട് സമുദായ സംഘടനകളാണ് ലിംഗായത്ത് സമുദായവും അതുപോലെ തന്നെ വൊക്കലിഗ സമുദായവും. ലിംഗായത്ത് സമുദായം BJP-യുടെ വോട്ട് ബാങ്കായി മാറിയപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത് വൊക്കലിഗ സമുദായത്തിന്റെ വോട്ട് ബാങ്കുകൾ മാത്രമാണ്. ഡി.കെ. ശിവകുമാറിനെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൊക്കലിഗ സമുദായം കൂടെ നിൽക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഡി.കെ. ശിവകുമാറിനെ കർണാടകയുടെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം തീരുമാനിക്കാനുള്ള കാരണം. അത് മാത്രമല്ല, ചില നിർണായക നീക്കങ്ങൾ കൂടി കർണാടകയിൽ നടത്താൻ ഒരുങ്ങുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച തന്ത്രം, അതായത് ഭൂപീന്ദർ സിംഗ് ഹൂഡയിലൂടെ ജാട്ട് വിഭാഗത്തിന്റെ വോട്ടുകളും അതുപോലെ തന്നെ കോൺഗ്രസിലെ ദളിത് നേതാക്കന്മാരെ ഉപയോഗിച്ച് ദളിത് വോട്ടുകളും സ്വന്തമാക്കിയ ഹരിയാനയിലെ തന്ത്രം കർണാടകയിൽ മുന്നോട്ട് വെക്കുന്നത് ഈ രീതിയിലൂടെയാണ്. അതായത് സിദ്ധരാമയ്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടും പരമേശ്വരയിലൂടെ ദളിത് വിഭാഗത്തിന്റെ വോട്ടും അതോടൊപ്പം മല്ലികാർജുന ഖാർഗെയും മുന്നിൽ കൊണ്ടുവന്ന് എല്ലാ തരത്തിലും കർണാടകയിൽ കോൺഗ്രസിന് ശക്തമായ ഒരു വേരുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. എന്തായാലും ഡി.കെ. ശിവകുമാറിന്റെ കടന്നുവരൽ കർണാടകയിലെ കോൺഗ്രസിന് ഒരു പുതിയ ജീവൻ തന്നെ നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.